അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിക്കണേ നമ്മൾ ഈ കിച്ചണിൽ ഈ ഒരു ഏരിയ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാനൊരു 3-4 സാധനങ്ങൾ വാങ്ങിയിന്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊക്കെ ഒന്ന് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വൃത്തിക്ക് വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഓരോന്ന് എല്ലാതും ഞാനൊന്ന് അൺബോക്സ് ചെയ്തിക്കണ്. പക്ഷേ നിങ്ങൾക്കായിട്ട് ഞാൻ വീണ്ടും ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതിപ്പോൾ ഫ്ലിപ്പിൽ നിന്നാണ് ഞാൻ അധികം സാധനങ്ങൾ വാങ്ങിച്ചത്. വരുമ്പോൾ തന്നെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാതും ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം റിട്ടേൺ എടുക്കാൻ അതൊക്കെ റിട്ടേൺ ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഫസ്റ്റ് ഒരു ഓയിൽ ബോട്ടിലാണ് വാങ്ങിയത്. ഇത് 2 വരുന്നൊരു സെറ്റ് ഞാൻ ഒരു വർഷം മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടേനി. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനമാണ്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും വാങ്ങിച്ചത്. അതിലൊന്ന് എൻ്റെ സെനിക്കുട്ടന് തട്ടിയാണ്ട് പൊട്ടിയതാണ് കേട്ടോ. അല്ലാതെ അത് വലിയ കുഴപ്പമൊന്നുമില്ല. വേറെ ഒന്നുള്ളത് ഇപ്പോഴും ആ ഒരു ഉപ്പിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ തന്നെ കഷ്ടപ്പെട്ടു. ഇത് ഒരു സ്റ്റീലിൻ്റെ നമ്മളെ ഗ്യാസിൻ്റെ മുകളിൽ വെക്കുന്ന ഇതാണ് കേട്ടോ. ഇത് സ്റ്റീലിൻ്റെയാണ്. കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ റിട്ടേൺ ഒന്നും അടിച്ചിട്ടുണ്ടായില്ല. മൂന്നാമത്തത് ഇത് നല്ല എനിക്കിഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ. ഒരു മെറ്റലിൻ്റെയാണ്, ഗോൾഡൻ കളറ് വില്ല് വരുന്ന ഒരു പോട്ടാണ് കേട്ടോ. ഇത് ചെടിച്ചട്ടിയാണ്. ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഇത് ഞാൻ ഇനിയൊരു പൂങ്കാവനം നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചെടിച്ചട്ടിയും കൂടി വാങ്ങിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ചെടിയും കൂടി നമ്മൾ കിച്ചണിൽ വെക്കണം. ഒരുപാട് സാധനങ്ങളൊന്നും കുത്തി നിറച്ച് ഞാൻ ഭംഗിയാക്കണില്ല. ഉള്ളതൊന്ന് ചെറുതായിട്ടൊരു മിനിമലായിട്ട് ഒരു ചെറിയൊരു ഭംഗിയൊക്കെ വരുത്താമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സാധനത്തിനാണ് ഞാൻ തേടി തപ്പി ഞാൻ കണ്ടുപിടിച്ചൊരു സാധനം. അതെന്താന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ ഗ്യാസിൻ്റെ ഈ സാധനം ഒന്ന് മാറ്റട്ടോ. ഈ ഒരു സാധനം ഒരു വർഷം ആയിക്കണാവോ, അതിന് മുന്നേറ്റ് വാങ്ങിയതാണ് കേട്ടോ. ഇത് ഇരുമ്പാ. ഇതിങ്ങനെ ചൂടാവും തോറും ഇതിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ പൊട്ടി ഇതാ ഇങ്ങനെ പോരും. അങ്ങനെ പോന്ന് ആണ് ആദ്യത്തെ പോയത് കേട്ടോ. പക്ഷെ ഇതിപ്പോൾ വാങ്ങിയിട്ട് ഒരു വർഷമായപ്പോഴത്തേന് ഇത് വീണ്ടും അങ്ങനെ തന്നെ കേട്ടോ. അതിന് 400 ചില്ലറ രൂപയായിട്ട് ഇവിടെ ഇടയ്ക്കിറന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതേനി കേട്ടോ. ഇത് സ്റ്റീലാണ്, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു 200 ചില്ലറ രൂപക്കാണ് എനിക്കത് ഫ്ലിപ്പിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അപ്പം ഞാനത് വാങ്ങിയതേനി. ഈ ഒരു ട്രേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ട്രേ തപ്പിങ്ങാണ്ടാണ് ഇതിൻ്റെ കുറേ 2 മാസമായി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കൽ തുടങ്ങിയിട്ട് കേട്ടോ. ആദ്യം ഞാൻ ഇതേപോലത്തെ ഒരു ട്രേ വാങ്ങിയിട്ടുണ്ടേനെ. ഇത് നമുക്ക് ഓയിൽ ട്രേ മാത്രമല്ല, എന്തെങ്കിലും നമുക്ക് സെർവിങ് ട്രേ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. എന്തെങ്കിലും ചായയും കടി സ്നാക്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് മൾട്ടിപർപ്പസ് ആണ്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിലും നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താം. ഞാൻ ആദ്യം ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ ജനലിൽ വെക്കാനുള്ളതാണ്. ആദ്യം വാങ്ങിയത് നീളവും വീതിയൊക്കെ കുറേ ഏറെ ഇനി കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇതങ്ങനെ ഏതെങ്കിലും കണ്ട് വാങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾ ജനലിൻ്റെ നീളവും വീതിയും ഒക്കെ നോക്കിയിട്ട് അതിന് സെൻറ്റിമീറ്ററൊക്കെ അളന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ളത് വാങ്ങണം. അപ്പോഴേ അത് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുള്ളൂ. പിന്നെ എനിക്ക് ഇതേപോലെ ഈ ഒരു ഷേപ്പിലുള്ളത് തന്നെ കിട്ടണം, ആ ഒരു ജനലിൻ്റെ ആ സ്പേസിന് പാകമാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഫ്ലിപ്പിൽ തപ്പി. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് വന്നത് കുറച്ച് ഏറായപ്പോൾ ഞാനത് റിട്ടേൺ അടിച്ച് പിന്നെ പുതിയത് വേറെ ഒന്ന് ഞാൻ തപ്പി തിരഞ്ഞെടുത്ത് ഓർഡർ ചെയ്തീന് കേട്ടോ. അപ്പോൾ അത് ഓർഡർ ചെയ്ത് അത് വരാൻ സമയമായപ്പോഴത്തേന് ഒരു 2 ദിവസം മുമ്പ് അത് പ്രോഡക്റ്റ് അവൈലബിൾ അല്ലാന്നും പറഞ്ഞിട്ട് പിന്നെ എനിക്ക് റീഫണ്ട് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. അങ്ങനെ ഞാൻ പിന്നെ ആമസോണിലും തപ്പി. പിന്നെ അത് ലാസ്റ്റ് മീഷോന്നാണ് എനിക്ക് ഈ ഒരു സാധനം കിട്ടിയത് കേട്ടോ. 200 ചില്ലറ രൂപക്കാണ് കിട്ടിയിട്ടുണ്ടായത്. ഇത് പുതിയ എണ്ണക്കുപ്പിയിലല്ല ഞാനിപ്പോൾ ഈ ഓയിലാക്കി വെച്ചത്. പഴയ ഞാൻ ഇവിടെ ഈ ഉപ്പിൻ്റെ ഒപ്പം ഉണ്ടായിന് ആ കുപ്പിയിൽ തന്നെയാണ് കേട്ടോ. മറ്റേ കുപ്പി ഞാൻ വെറുതെ അവിടെ വെച്ചു കൊടുക്കുകയാണ്. ഇത് കാരണം ഞാനിപ്പോൾ അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അത് കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ടൊക്കെ വേണം അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് വെക്കാൻ. അപ്പോൾ ഈ ഉപ്പ് കുറേ ദിവസമായിട്ട് ഞാൻ ഈ ജനലിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് കയറ്റി വെക്കണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് അതിനിപ്പോൾ കറക്റ്റ് ഭാഗത്തിനുള്ള ട്രേ കിട്ടി. അത് ഞാനിതാ ഈ ഒരു അരുവിൽ ഇങ്ങനെ വെച്ചു കേട്ടോ. ഈ ഗ്യാസിൻ്റെ ഈ ഭാഗത്ത് അതിനല്ലോ നമ്മൾ ഉപ്പും അതേപോലെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിനി. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ക്യാമറ ഒന്ന് ഈ എന്തെങ്കിലും കുക്ക് ചെയ്യണ സമയത്ത് കുറച്ചും കൂടി ആയിക്കൊന്ന് സൂം ചെയ്ത് ക്ലോസപ്പ് ആയിട്ട് എടുക്കണം എന്ന് വെച്ചാൽ ഈ ഓയിലും കുപ്പി ഉപ്പും കുപ്പി ഇവിടെ ഒരു തടസ്സമായി കേട്ടോ. പിന്നെ അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കലും കുറച്ചൊരു പണിയാണ്. അപ്പോൾ ജനൽക്കലാകുമ്പോൾ അതൊരു പാത്ത് അവിടെ നിന്നോളുമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഈ ട്രേ ഞാൻ കളയൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ അത് ഒട്ടിച്ചതുണ്ടല്ലോ, പറിച്ചെടുത്തപ്പോൾ അതിന് മുകളിലത്തെ പോളിഷ് പോകുന്നതാണ് കേട്ടോ.
കേട്ടോ ഈ കാണുന്നത്. ഈ ട്രേ ഞാൻ കളയൊന്നുമില്ല, ഈ ട്രേക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് റീയൂസ് ആക്കും, ഞാൻ എന്തായാലും കളയാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഞാൻ ആ സാധനം ഇവിടുന്ന് മാറ്റി വെച്ചിട്ടോ. ഇനിയിപ്പോ ആ ഒരു ഉപ്പും ഒക്കെ നിന്ന ആ ഒരു സ്ഥലത്താണ് ഞാൻ മറ്റേ ചെടിച്ചട്ടി വെക്കാം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് നമ്മളെ ഈ ഒരു ഹോൾഡർ ഉണ്ടല്ലോ, കട്ട്ലറി ഹോൾഡർ, അത് ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ വെക്കാം എന്ന് വിചാരിച്ചപ്പോൾ എനിക്കെന്തോ അതൊരു രസമില്ലാത്ത പോലെ ഒരു തോന്നൽ കേട്ടോ. ഇതൊന്നും ഇപ്പൊ ഞാൻ എല്ലാതും ഇങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യണതൊന്നുമല്ല. ഓരോന്നിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയാണ് രസം അവിടെയാണ് രസം എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ മാറ്റി മറിച്ചും ഒക്കെ ചെയ്യാണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നി അവിടെ വെച്ചപ്പോൾ അതിലേറെ ഭംഗി അത് ആ നിന്ന സ്ഥലത്ത് അതേപോലെ തന്നെ നിൽക്കുക, അതിന്റെ തൊട്ടിപ്പുറത്ത് ആ എണ്ണയൊക്കെ വെച്ച ആ ട്രേയും നിന്നോട്ടെ ഇങ്ങനെ വെച്ചു. അപ്പോൾ എനിക്ക് തോന്നി അതിലേറെ ആദ്യം വെച്ചില്ലാറെ ഒന്നും കൂടി രസം അങ്ങനെയാണ് എന്ന് തോന്നിയിട്ട് പിന്നെ ഞാൻ അതേമാതിരി തിരിച്ച് ഇങ്ങനെ വെച്ചു കേട്ടോ. പിന്നെ ഈ ഒരു പോട്ട് ഉണ്ടല്ലോ, അത് ഞാൻ ഈ ഒരു ഗ്യാസിന്റെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ അവിടെയാണ് വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഞാൻ ഈ ഒരു ട്രേ വെച്ചിട്ട് അതിന്റെ മുകളിൽ വെക്കാം എന്ന് വിചാരിച്ച്, പിന്നെ അങ്ങനെ വെച്ചാലും ഭംഗി ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി ഞാൻ നോക്കിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ആക്കണം. പിന്നെ ഈ ഒരു ഗ്യാസിന്റെ ഭംഗി, ഗ്യാസിന്റെ വള്ളി ഉണ്ടല്ലോ അതവിടെ ഒരു അഭംഗിയാണ്, പക്ഷെ അതവിടുന്ന് മാറ്റി നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. പിന്നെ നമുക്ക് ആ ഒരു അടുപ്പ് വേറെ മാറ്റേണ്ടി വരും, അപ്പോഴേ ഉള്ളൂ നമുക്ക് ആ വള്ളി അവിടെ നിന്ന് പോവുള്ളൂ കേട്ടോ. കാരണം ഇത് നമ്മളെ പഴയ ഗ്യാസ് അല്ലേ. ഇനിയിപ്പോൾ ഗ്യാസ് അടുപ്പ് മാറ്റുമ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം. ആദ്യം ഞാൻ ആ ചെടിച്ചട്ടി എടുത്തുകാണ്ടായിട്ട് വെക്കാൻ നോക്കി, പക്ഷെ എനിക്ക് തോന്നി അത് വേണ്ട, അത് അവിടെ തന്നെ നിന്നോട്ടെ. ആ ആ ഒരു ജനലിന്റെ ഭാഗത്ത് ആ രണ്ട് ചെടി ചട്ടികൾ നല്ല ഭംഗിയാണ്. അപ്പൊ പിന്നെ അത് അതേപോലെ തന്നെ വെച്ച്, ഇത് ഒരു പഴയ ഒരു കപ്പാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ തന്നെ ഈ ഒരു ഇതിന്റെ മുകളിൽ വെച്ചിന്, ജനലിന്റെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ചെടി കേടന്നപ്പോ ഞാൻ അങ്ങനെ മാറ്റി വെച്ചതേനി കേട്ടോ. അപ്പൊ അതിൽ ഞാൻ വീണ്ടും മണ്ണൊക്കെ നിറച്ച്, നമ്മളെ മുറ്റത്തുള്ളൊരു ചെടിയാണ് കേട്ടോ അത്. എന്നോട് നാളെ ഒരാൾ ചോദിച്ചു എവിടെ നിങ്ങൾക്ക് ഈ ചെടികളൊക്കെ കിട്ടുന്നത്? എവിടുന്നും അല്ല, ഇവിടെ മുറ്റത്തുള്ളത് തന്നെയാണ് കേട്ടോ. ഈ ഒരു കൊറോണന്റെ ഒക്കെ ആ ഒരു സമയത്ത് എല്ലാ മനുഷ്യന്മാർക്കും ഒരു ചെടി പിരാന്ത് കഴിഞ്ഞല്ലോ, ആ സമയത്ത് എനിക്കും അത്തരം ഒരു പിരാന്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ അവിടുന്ന് ഇവിടുന്നും വാങ്ങി കളക്ട് ചെയ്തുണ്ടാക്കിയ ചെടികളിൽ നിന്നും ഇപ്പോ നിന്റെ കൂടെയുള്ള ചെടികളാണ് കേട്ടോ. ഇപ്പൊ അതിന്നൊക്കെ ഓരോ കട്ടിങ്സ് എടുത്തിട്ടാണ് മണി പ്ലാന്റ് ആയാലും മറ്റേ ചെടികളായാലും ഒക്കെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ളത്. ഈ ചട്ടി ഇതാ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ടായിന്. ആ പോട്ടൊക്കെ ഞാൻ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിന് കേട്ടോ. അതിന് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ അതിന്റെ ഫോട്ടോ. അത് ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, വന്നപ്പോഴും കാണാൻ ഭംഗിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് അത് എന്തോ ഒരു ഭയങ്കരമായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യുക. പിന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അങ്ങനെ തന്നെയാണല്ലോ, പക്ഷെ എന്നാലൊരു നാച്ചുറാലിറ്റി അതിന് വരാത്തതുകൊണ്ട് എനിക്കെന്തോ പിന്നെ അതിനോടൊരു ഇഷ്ടം തോന്നിയില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, സാധാ ചെടികൾ എന്നെ വെക്കാം എന്നുള്ളത്. പിന്നെ അതാ ഈ ഒരു ഭാഗത്ത്, അതായത് ആ ഒരു പീലർ വെച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ഞാൻ ഇതേപോലെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്, ഹാങ്ങിങ് പ്ലാന്റ് വാങ്ങിയാണ് തൂക്കിയിടാമെന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിയിട്ടുണ്ടേനി കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോയിൽ കാണാൻ ഇതാ ഭംഗിയൊക്കെ ഉണ്ട്, ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാം. പക്ഷെ വന്ന സമയത്ത് അത് ആ ഫോട്ടോയിൽ കണ്ടതും ഇതും തികച്ചു വ്യത്യസ്തേനി കേട്ടോ. ഒരു പണ്ടത്തെ പ്ലാസ്റ്റിക് പൂക്കളില്ലേ അതേക്കെ പോലത്തെ ഒരു ഫീലേനി കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ അതും റിട്ടേൺ അടിച്ച്. അപ്പൊ ഞാൻ ആദ്യം ഒരു 1500 രൂപന്റെ കുറച്ചും കൂടി വിപുലീകരിച്ചിട്ടുള്ള ഒരു മേക്ക് ഓവർ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനിപ്പോ മൊത്തത്തിൽ എത്രയായി രൂപ എന്ന് ചോദിച്ചാൽ ഒരു 1000 കുറവ് തന്നെ, 1000ന്റെ അടുത്ത് ആ ഒരു രീതിയിലാണ് കേട്ടോ വന്നിക്കണത്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ല, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഞാൻ പിന്നെ റിട്ടേൺ അടിച്ച് അതിൻ്റെയൊക്കെ പൈസ പിന്നെ ഞങ്ങൾക്ക് റിട്ടേൺ റീഫണ്ട് ചെയ്ത് തന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ഒഴിവാക്കി പിന്നെ ഈ ഒരു 3-4-5 സാധനങ്ങളാണ് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതാ ഏതായാലും ചെറുതായിട്ടൊരു മേക്ക് ഓവർ ഒക്കെ കൊടുത്തതല്ലേ, അപ്പൊ ഈ മൈക്രോ ഫൈബറിന്റെ ക്ലോത്തും കൂടി നമുക്ക് ഇവിടെ വെക്കാൻ വിചാരിച്ചു. ഇത് ഞാനിപ്പോ പുതിയത് വാങ്ങിയതല്ല, ഞാൻ കുറച്ചു മുമ്പ് ഫ്ലിപ്പും തന്നെ ഒരു 4 സെറ്റ് വാങ്ങിയതേനി കേട്ടോ. ഇതിൽ രണ്ടാമത്തേതായിരുന്നു ഞാൻ ഈ ഒരു നീല കളർ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നേനെ കേട്ടോ. ഇതൊരു 3-4 മാസമൊക്കെ ഇങ്ങനെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്ത് ഇങ്ങനെ ആവുമ്പോൾ പിന്നെ അതിൻ്റെ ആ മൈക്രോ ഫൈബർ വെള്ളം നല്ല പോലെ ഒപ്പിടിക്കുമല്ലോ, അങ്ങനെ ആ ഒപ്പിയെടുക്കാത്ത അവസ്ഥ വരുമ്പോൾ പിന്നെ ഞാൻ അങ്ങനെ മാറ്റലാണ് കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ വെച്ചു കൊടുക്കും, അങ്ങനെയാണ് ചെയ്യാം. ഇതിക്ക് വെക്കാൻ മുറ്റത്ത് പിന്നെ വേറെ ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെടി എടുത്തുകാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഇൻഡോർ ആയിട്ട് വെച്ചാലും നമുക്ക് സൺലൈറ്റ് നല്ലോണം കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് വലുതായിട്ടൊക്കെ വരുമ്പോൾ
കാണാൻ ഭംഗിയായിക്കാരെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി അഥവാ വാടി പോകുകയാണെങ്കിൽ അപ്പൊ നമുക്ക് വേറൊരു ഓപ്ഷൻ തപ്പാം. പിന്നെ അതൊന്ന് മേക്ക് ഓവർ ചെയ്യാൻ ഒരുപാട് സാധനങ്ങളൊന്നും ഒരുപാട് പൈസ ഒന്നും ചെലവാക്കാൻ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനത് ഒരു 1000 ഒതുക്കി കേട്ടോ. ആദ്യം തന്നെ ഞാൻ കുറേ അധികം ആലോചിച്ച് എന്തൊക്കെ വേണമെന്നൊക്കെ ഒന്ന് ആലോചിച്ച് ഒരു നിഗമനത്തിലെത്തിയിട്ട് പിന്നെ ഇന്ന് ഞാൻ അങ്ങനെയൊക്കെ എന്തൊക്കെ കുറക്കാം, അങ്ങനെയൊക്കെ കുറച്ച് 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 പിന്നെ ഞാൻ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ വന്നപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടമാവാഞ്ഞപ്പോൾ അതും റിട്ടേൺ അടിച്ച് ആ പൈസ ഞാൻ സേവ് ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ സാധാ ഒറിജിനൽ പ്ലാന്റ് തന്നെ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇതൊക്കെ വെച്ച് അലങ്കരിക്കണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ അടുക്കളയിലൊക്കെ ചെലവഴിക്കുമ്പോൾ ഈ ചെടികളൊക്കെ കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു എനർജി കിട്ടും. അതൊന്ന് പിന്നെ നല്ല ഭംഗിയുള്ള വൈബിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമുക്കും തന്നെ കുക്ക് ചെയ്യാനൊരു ഇഷ്ടം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വീഡിയോ ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി വേണം എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ. അത് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചും കൂടിയൊക്കെ ഭംഗിയാക്കുന്നത്. പിന്നെ ആ ഒരു ഭംഗിയിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ എനിക്കും തന്നെ കുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ വീഡിയോ എടുക്കാനും ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ. പിന്നെ എന്റെ വീഡിയോ കാണുമ്പോൾ ഇങ്ങക്കും ആ ഒരു ഇൻട്രസ്റ്റും എനർജി ഒക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും ഒക്കെയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ മേക്ക് ഓവർ? നിങ്ങൾക്ക് ഇഷ്ടമായോ? അല്ലെങ്കിൽ ഇത് അപ്പുറത്ത് വെക്കായിരുന്നു ഇപ്പുറത്ത് വെക്കായിരുന്നു എന്ന് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടാഗ് ചെയ്തിട്ടും ഒക്കെ പ്രോഡക്റ്റുകൾ കൊടുത്തിരിക്കണം കേട്ടോ. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.